ഫുള്ളും ടൂറിസ്റ്റാണ് ഗൈസ്. വരികയാണെങ്കിൽ നല്ല പറ്റിയ ലൊക്കേഷനാണ്. എന്നാലും ഇതൊരു വർത്താണ് ഇവിടെ വരികയാണെങ്കിൽ. ഇത് 9 ആകുമ്പോഴത്തേലും കൂപ്പി പോകും, 9 ആകുമ്പോൾ എല്ലാം പോകും. 9 ആകുമ്പോൾ എല്ലാം വാടിപ്പോകല്ലേ. ഓണം കഴിഞ്ഞാൽ ഇവരെല്ലാം പിഴുത് കളയുന്നതാണ്. കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വന്ന് കാണേണ്ടതാണ്. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് മലരിക്കൽ ആമ്പൽ ലഗൂൺ. ഗൈസ്, മലരിക്കൽ ഗാർഡൻ ഫുൾ ആമ്പൽ കുളമാണ്. സോ നമ്മളിപ്പോൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സൈഡിൽ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഫുള്ള് പാർക്കിംഗ് ലൊക്കേഷനാണ്. കാരണം ഫുള്ള് ബോട്ടുകളൊക്കെ കിടക്കുന്നത്. വള്ളത്തിൽ പോയിട്ടാണ്, ആ ഭാഗത്ത് പോയിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. നല്ല നൈസ് ലൊക്കേഷനാണ്. സോ ഒരുപാട് ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. എല്ലാവരും ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയ സമയം ഇപ്പോൾ 8:45. 8:45 വ്യൂ ആണ് കാണുന്നത്. ചെറിയ ചെറിയ ഫുള്ള് വള്ളങ്ങളാണ് കാണാൻ സാധിക്കും. ആൾക്കാർ ഓരോരുത്തരായിട്ട് കയറുന്നത്. നമ്മൾ ആ ഭാഗത്തേക്കാണ് കയറാൻ വേണ്ടി പോകുന്നത്. നൈസ് വ്യൂ ആണ്. എടാ എത്രയെന്ന് വെച്ച് സോ ഗൈസ്, ഒരാളുടെ റേറ്റ് 100 രൂപയാണ് വരുന്നത്. സോ എന്നാലും നമുക്ക് നൈസ് വ്യൂ ഇവിടെ നിന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. സോ നമ്മളിപ്പോൾ പോകാൻ വന്നത് ചെറിയ വള്ളത്തിലാണ്. അപ്പോൾ ഉള്ളിൽ പോയിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. ഈ സമയത്ത് വരികയാണെങ്കിൽ നമുക്ക് ആമ്പലുകൾ കാണാൻ സാധിക്കും. കുറച്ചും കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുള്ള് വാടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ വെള്ളത്തിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ഈ സൈഡിൽ ഓൾറെഡി ഒരു വള്ളം സ്റ്റാർട്ടായിട്ടുണ്ട്. ഗൈസ്, മലരിക്കൽ ഗാർഡനിലെ നമ്മളിപ്പോൾ ആമ്പൽക്കുളത്തോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളിപ്പോൾ നമ്മുടെ ചെറിയ വള്ളത്തിലാണ്. അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല നൈസ് വ്യൂ ആണ്. ആണെങ്കിൽ ഇത് കാണാൻ സാധിക്കും. നല്ല നൈസ് ലൊക്കേഷനാണ്. നമ്മൾ ആമ്പലിൻ്റെ സൈഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെറിയ ബോട്ടുകളൊക്കെയാണ് നമുക്ക് ആൾക്കാർ കൊണ്ടുപോകുന്നത്. ചെറിയ ബോട്ടുകൾ ഓൾറെഡി ഇപ്പോൾ പോയി കഴിഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഫുള്ള് ആമ്പൽക്കുളമാണ്. നൈസ് ലൊക്കേഷനാണ്. അതാണ് നമ്മുടെ ചേട്ടൻ ആമ്പൽ വള്ളം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ വള്ളം, ചെറിയ ബോട്ടുകളൊക്കെ ആയിട്ടാണ് ആൾക്കാർ കൊണ്ടുപോകുന്നത്. നമുക്ക് 24 കുറച്ച് സൂമായിട്ട് കിട്ടുന്നുണ്ട് ലാസ്റ്റ് ലൊക്കേഷൻ വരെ. ആമ്പൽ സൈഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ കയറിയത് ചെറിയ വള്ളത്തിലാണ്. അതിൻ്റെ റേറ്റ് വരുന്നത് ഒരാളുടെ ചാർജ് 100 രൂപയാണ്. നമുക്ക് ഫ്രീ ആയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഈ കയറിയാൽ പറ്റും. ഫുള്ളും നല്ല ആമ്പൽ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആമ്പൽസാണ് കാണുന്നത്. എടാ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാം, ഇങ്ങനെ എടുത്തോ. സോ നമുക്ക് പൂവൊക്കെ പറിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. നല്ല അടിപൊളി സംഭവമാണ്. രണ്ടുമൂന്ന് പറിച്ചു. ബസ്സൊക്കെ പോകുന്നുണ്ട്. നമുക്ക് ബസ്സിൽ വരാണെങ്കിലും ഇവിടെ വരാൻ സാധിക്കും. പ്രൈവറ്റ് ബസ്സാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെയിലുള്ള നല്ലതാ. മറ്റേ ഫുൾ ടൂറിസ്റ്റാണ്. എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാർ. ആ സ്ഥലത്തൊക്കെ ഫുള്ള് വള്ളങ്ങളാണ്. ഇവിടെയും കാണാൻ സാധിക്കും.
ഈ സ്ഥലമൊക്കെ നിൽക്കുന്നത്. നമുക്ക് ആമ്പൽ പറിക്കാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. നൈസ് സംഭവമാണ്. ഈ സമയത്ത് വരികയാണെങ്കിൽ നമുക്ക് ഇതുപോലെ പറിച്ചെടുത്ത് കാണാൻ സാധിക്കും. കുറച്ചുകൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് മൊത്തം കളയാൻ ചാൻസ് ഉണ്ട്. ഓണം കഴിഞ്ഞ് ഇതെല്ലാം കളയില്ല. ഓണം കഴിയുകയാണെങ്കിൽ ഇതെല്ലാം ഒരു പിഴുത് കളയും. സോ വരികയാണെങ്കിൽ ഈ സമയത്ത് വരിക. ഇത് ഫുള്ളും പാടങ്ങളിൽ ഫുള്ള് കാണാൻ സാധിക്കും. നല്ല ഫുൾ ആമ്പലായിട്ടാണ് നിൽക്കുന്നത്. സോ വരുന്നവരാണെങ്കിൽ പെട്ടെന്ന് വരിക. ഇതിൻ്റെ ചാർജ് ചെറിയ വള്ളമാണ്. ഇത് ചാർജ് വരുന്ന ഒരാൾക്ക് 100 രൂപയാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയത് ഓൾമോസ്റ്റ് 9 മണിയായിട്ടുണ്ട്. 9 മണിയായപ്പോൾ ചെറിയ വെയിൽ വന്നു. ആ സമയത്തൊക്കെ ഫുള്ള് മഴയായിരുന്നു. എന്തായാലും നല്ല ക്ലൈമറ്റ് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. ആമ്പലൊക്കെ നല്ല വൈബ്രൻറ്റ് കളറാണ്. നല്ല വൈബ്രൻറ്റ് കളറായിട്ടുള്ള ആമ്പലാണ്. നമുക്ക് കുറച്ച് ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിലൊക്കെ ഫുള്ളും ചെറിയ ചെറിയ വള്ളങ്ങളാണ് ആൾക്കാർ ചൂസ് ചെയ്യുന്നത്. നമുക്ക് ഫ്രീ ആയിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് പതുക്കെ പോകാൻ പറ്റും. എല്ലാ ഭാഗത്തും ഫുൾ ഭാഗത്ത് അവിടെയൊക്കെ ഫുള്ള് ആമ്പൽസാണ്. ആ ഭാഗത്തൊക്കെ അടുത്ത ആൾക്കാർ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ആ സൈഡിലൊക്കെ ഫോട്ടോഷൂട്ടിന് പറ്റിയ നൈസ് ലൊക്കേഷൻ. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അകത്തൊക്കെ ഫുൾ ആമ്പൽസാണ്. അറ്റം വരെ ഉണ്ട്. അറ്റം വരെ ഫുൾ ആമ്പലാണ്. ഫോട്ടോ ഫുൾ ആമ്പൽ. ഈ ഭാഗം ഫുള്ളും ഇതിൻ്റെ പരിപാടിയാണ്. ഓണത്തിന് മുമ്പ് വരാണെങ്കിൽ നമ്മുടെ കാര്യം സിമ്പിളായിട്ട് നടക്കും. ഗൈസ്, നല്ല നൈസ് ആമ്പൽസ് ആണ്. നല്ല കളറെന്ന് വെച്ചാൽ നല്ല അടിപൊളി കളറാണ്. ലൊക്കേഷൻ നല്ല അടിപൊളി ലൊക്കേഷൻ. ഇനി വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വരിക. കുറച്ചും കൂടി വൈകി കഴിഞ്ഞാൽ എല്ലാം പിഴുത് കളയും. ചേട്ടൻ നമ്മളെ വീഡിയോ എടുക്കാനായിട്ട് എന്തായാലും നല്ല ഹെൽപ്ഫുള്ളായിട്ടാണ് ആ ചേട്ടൻ നമുക്ക് ചെയ്ത് തരുന്നത്. ആ ഭാഗത്തൊക്കെ കാണാൻ സാധിക്കും. എല്ലാവരും വന്നിട്ട് വീഡിയോസ് ക്യാപ്ചർ ചെയ്യുന്നത്. ഇത് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഫ്രണ്ട് സുധീഷ്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇടയ്ക്ക് വന്നത്. എന്തായാലും ചേട്ടനൊരു വളരെ താങ്ക്സ് ഉണ്ട്. സോ നമ്മളെ ഹെൽപ്പ് ചെയ്ത് ഈ ചേട്ടനാണ്. ചേട്ടനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വരുന്ന സമയത്ത് കോൺടാക്ട് ചെയ്യാം. ചേട്ടൻ്റെ പേരും നമ്പറും ഒന്ന് പറഞ്ഞേക്കും. അപ്പോൾ ഞാൻ വരുന്ന സുഹൃത്തുക്കൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. എൻ്റെ പേര് സാജു. ചേട്ടൻ്റെ ഫോൺ നമ്പർ കൂടി ഒന്ന് പറഞ്ഞേക്കാം. അപ്പോൾ വരുന്നവർക്ക് കോൺടാക്ട് ചെയ്തിട്ട് വരാമല്ലോ. 77 77 36 36 63 63 82 61. സോ രാവിലെ വരികയാണെങ്കിൽ കുറച്ച് ഇതായിരിക്കും ചേട്ടാ. രാവിലെ വരുവാണെങ്കിൽ ഒരു 8 മണിക്ക് വരുവാണെങ്കിൽ ഇതിനെക്കാലം പൂവിരിഞ്ഞ് നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റും. എന്തായാലും കുഴപ്പമില്ല. നമ്മൾ വന്നൊരു ചെറിയൊരു സമയമല്ലേ ഉള്ളൂ. 9 അപ്പോൾ നമ്മൾ വരികയാണെങ്കിൽ ഒരു 8 മണിക്ക് മുന്നേ വരിക. 8 മണിക്ക് മുമ്പ് വരിക. അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. എന്തായാലും നല്ലൊരു ക്ലൈമറ്റാണ്. ഇപ്പോൾ കളറായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. മൊത്തം വെയിൽ അധികം വരുന്നേ ഉള്ളൂ. ഇപ്പോൾ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ലൊക്കേഷനാണ്. നല്ല ക്ലൈമറ്റും നല്ല അടിപൊളി ലൊക്കേഷൻ. നല്ല വൈബ്രൻ്റ് ആയിട്ടാണ് എല്ലാം നിൽക്കുന്നത്. ഫോട്ടോസൊക്കെ എടുക്കുന്നത് കാണാൻ പറ്റും. അവിടെ എല്ലാം ഫോട്ടോഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ അടിപൊളി ലൊക്കേഷനാണ്. ഈ പിങ്ക് കളർ നല്ല വൈബ്രൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. വരുമ്പോൾ കൂളിംഗ് ഗ്ലാസ്സൊക്കെ കൊണ്ടുവരിക. ഈ സമയത്ത് ഇപ്പോൾ നല്ല വെയിലടിക്കുന്നുണ്ട്. അതിൻ്റെ ഇതുകൊണ്ടാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഫുൾ ആമ്പൽസാണ്. നമുക്ക് പറിച്ചെടുത്തിട്ട് നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിൽ ഫോട്ടോസ് എടുക്കാം.
ഇവിടെ പ്രൈവറ്റ് ബസ്സൊക്കെ പോകുന്നുണ്ട്. നമുക്ക് ബസ്സിലൊക്കെ വരികയാണെങ്കിൽ സുഖമായിട്ട് വന്ന് ഇവിടെ ഇറങ്ങാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കയറി വരിക. വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നൈസ് ഫോട്ടോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത് 24 അൾട്രയിൽ മൂവി മോഡിലാണ്. സോ മൂവി മോഡിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ സൈഡിലേക്ക് എല്ലാ സ്ഥലത്തും ആൾക്കാരുണ്ട്. നല്ല നൈസ് വ്യൂ ആണ്. ചെറിയ ചെറിയ വള്ളങ്ങളാണ് എല്ലാവരും വന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നത്. ആ ഭാഗത്തൊക്കെ ഫുൾ ആൾക്കാരാണ്. നമ്മൾ തിരിച്ച് വന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എടുത്തോടാ. നമ്മൾ ഫോട്ടോസ് എല്ലാം എടുത്തതിന് ശേഷം തിരിച്ച് വന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വള്ളം ചേട്ടൻ. നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ആ ചേട്ടൻ നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഇത് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഈ ചേട്ടനെ തന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് നടക്കും. നല്ല രീതിക്ക് ഫോട്ടോസൊക്കെ എടുക്കാനും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനൊക്കെ ഈ ചേട്ടൻ നല്ല ഹെൽപ്പ് ചെയ്യും. എന്നാൽ അവരോട് കൃത്യമായിട്ട് പറയണം, കറുത്ത ഈ കൊച്ചു വള്ളങ്ങൾ മാത്രമേ ഇത് കയറുള്ളൂ. ചെറിയ വള്ളങ്ങളിൽ മാത്രമായിട്ട് ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന ആ ചെറിയ വള്ളത്തിൽ മാത്രം കയറാൻ വേണ്ടി ശ്രമിക്കുക. അതിനാണെങ്കിൽ നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. നമ്മൾ ആ ബോട്ടിലൊക്കെ ഇറങ്ങുന്നത് പെട്ടെന്ന് അവർ കറക്കിക്കൊണ്ടുവരും. കയറത്തില്ല. അതിൻ്റെ റേറ്റിന് വ്യത്യാസം ഉണ്ടെന്നോളൂ ചേട്ടാ. അത് എത്രയാണ് ചാർജ് ചെയ്യണം അവർ? ആ ബോട്ടിലൊക്കെ ആണെങ്കിൽ 1500 രൂപ. 1 മണിക്കൂറൊക്കെ 1500 രൂപ റേറ്റൊക്കെയാണ് ആ ബോട്ടിലൊക്കെ ചാർജ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ വരുന്നത് ഫോട്ടോസൊക്കെ എടുക്കാനാണല്ലോ. ഞാനാണെങ്കിൽ ചെറിയ വള്ളങ്ങൾ തന്നെ പിടിച്ച് പതുക്കെ സ്ലോലി പോകാൻ പറ്റും. അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉള്ളിലോട്ട് കൊണ്ടുപോകുന്നോ? അല്ലാണ്ട് ടൈം എടുക്കുമോ? അങ്ങനെയാണ്. ദൂരെ കുറച്ച് ദൂരെ കൊണ്ടുപോകും അല്ലേ? കുറച്ച് ദൂരേക്ക് പോകാനൊക്കെ ആണെങ്കിൽ നമുക്ക് അത് ചൂസ് ചെയ്യാം. നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ആണെങ്കിൽ ചെറിയ വെള്ളം മാത്രം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നല്ല രീതിക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓണത്തിന് മുന്നേ വരിക. ഓണം കഴിഞ്ഞാൽ ഇവർ മൊത്തം പിഴുതുകളായി. പിന്നെ ഇതിൻ്റെ സീസൺ ഇനി എപ്പോഴാണ് കേട്ടോ വേന? ഇനിയിപ്പോൾ അടുത്ത വർഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. 1850 ഏക്കർ നെൽപ്പാടമാണ്, കൃഷിപ്പാടമാണ്. ഇത് കൃഷിപ്പാടമാണല്ലേ? അത് ശരി. ഇതിപ്പം 2 ആഴ്ച കഴിയുമ്പോൾ ഇതെല്ലാം കളഞ്ഞ് നെല്ല് വിതയ്ക്കും. അതാണ് കൊയ്ത്ത് കഴിയും, വീണ്ടും വെള്ളം കഴിയും, വീണ്ടും കിളയ്ക്കും. അങ്ങനത്തെ പരിപാടിയാണല്ലേ? അല്ലാണ്ട് ഇതിനു വേണ്ടി ചെയ്യുന്നതല്ല. ഒരു നെൽപ്പാടമാണ്. നെൽപ്പാടത്തിലാണ് ഇപ്പോൾ ഈ ആമ്പലുകൾ കാണാൻ പറ്റുന്നത്. നമുക്ക് ഇതുപോലെ വേറെ ആമ്പൽക്കുളമൊന്നും ഇവിടെ ഇല്ല അല്ലേ ചേട്ടാ? ഇനിയുണ്ടോ? അടുത്തുണ്ടോ? അടുത്ത് ഈ റൂട്ടിൽ തന്നെയോ? ഈ റൂട്ട് അവിടെ ഇപ്പം കുറച്ച് ദൂരെ പോകണം. കുറച്ച് അമ്പലം എന്ന് പറയും. ഓ, അവിടെ നിന്ന് കുറച്ച് ദൂരെയാണല്ലേ? അവിടെ ഇതുപോലെ തന്നെയാണല്ലേ ചേട്ടാ? ഇത് തന്നെ. സോ നമുക്ക് ഇവിടെ പറ്റിയില്ലെങ്കിൽ നമുക്ക് അടുത്ത സ്ഥലത്ത് വേണമെങ്കിൽ പോകാനും പറ്റും. എന്തായാലും ഇവിടെ നല്ല വൈബ്, നല്ല ലൊക്കേഷനാണ്. അടുത്ത സ്ഥലത്തോട് ചെല്ലണ്ട, അവിടെ ഇനി വെള്ളം കാണത്തില്ല. അവിടെ മോട്ടർ അടിച്ച് വെള്ളം പറ്റിച്ച് നമ്മൾ അടുത്ത സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഗുണമൊന്നും ഉണ്ടാവില്ലെന്നാണ് ചേട്ടൻ പറയുന്നത്. എന്തായാലും ഇവിടെ തന്നെ വരാൻ വേണ്ടി ശ്രമിക്കുക. ഈ ചേട്ടനെ തന്നെ കോൺടാക്ട് ചെയ്യുക. ചേട്ടൻ്റെ പേരൊന്നുകൂടി പറഞ്ഞു കേട്ടോ. സാജു. സാജു ചേട്ടനെ തന്നെ കോൺടാക്ട് ചെയ്യുക. ഈ ചേട്ടനാണ് നമ്മൾക്ക് ഹെൽപ്പ് ചെയ്തത് എല്ലാ വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്യാനായിട്ട്. നമ്മൾ റേറ്റ് ഒന്നും കൂട്ടി കൊടുത്തിട്ടൊന്നുമില്ല. 200 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചേട്ടനെ കോൺടാക്ട് ചെയ്യുക. അങ്ങനെ കത്തി വെക്കുന്നതിന് ടെൻഷനൊന്നുമില്ല. നമുക്ക് ഈ ചേട്ടൻ നല്ല ഹെൽപ്പ് ചെയ്യും. വന്നതെങ്ങനെ വറുത്തല്ലേ? പിന്നെ വറുത്താണ്. സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ വരികയാണെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരിക. ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വന്നത് ഇപ്പോൾ രാവിലെ ഒരു 6 മണിക്ക് ഇറങ്ങി. 6 മണിക്ക് ഇറങ്ങി ഇവിടെ ഒരു 8 മണിക്ക് അപ്പോൾ എത്തി. മഴയായിരുന്നു. മഴയായതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ട് എത്താനായിട്ട്. അധികം ദൂരമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ബൈക്കിൽ വരാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. കുറച്ച് റൈഡ് ചെയ്താലും നല്ല വർത്ത് ലൊക്കേഷനാണ്. അപ്പോൾ ഇവിടെ ഇത് നെൽപ്പാടമാണ്. ഈ നെൽപ്പാടത്തിലാണ് അവർ ഇപ്പോൾ ആമ്പൽ കാണുന്നത്. കുറച്ച് കഴിഞ്ഞാൽ പിഴുതങ്ങൾ കളയും. ഇതുപോലത്തെ വ്യൂ ഇനി കാണണമെങ്കിൽ അടുത്ത വർഷത്തേക്ക് വരേണ്ടി വരും. എന്തായാലും ഇത് വർത്താണ് നമ്മൾ വന്നത്. എല്ലാവരും വന്നിട്ട് 1 by 1 ആയിട്ട് വന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്.
കുറച്ച് നല്ല വെയിലൊക്കെ ആണെങ്കിലും വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഇപ്പോൾ 9:15 തന്നെ നല്ല വെയിലാണ്. എന്തായാലും ആ ചേട്ടനൊരു ബിഗ് താങ്ക്സ്. വളരെ ഹെൽപ്പായിട്ടാണ് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയത്. ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സൈഡ് ഫുള്ളും.